ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിൻഡോസ് ബൂട്ടബിൾ USB എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കിയിരുന്നു. വിൻഡോസിന്റെ ബൂട്ടബിൾ പെൻഡ്രൈവ് ഉപയോഗിച്ച് ഒരു പുതിയ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എങ്ങനെ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. OS ഇൻസ്റ്റാളേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനായി ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. OS ഇൻസ്റ്റാളേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയാം. അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ. രണ്ട് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് ഉള്ളത്. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, രണ്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ബേസിക് ഫങ്ഷനിങ് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ഈസ് ഓൾസോ നോൺ ആസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനത്തിന് ആവശ്യമായ സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിനെ തന്നെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ OS എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് വിൻഡോസ്, ലിനക്സ്, മാക് OS എന്നിവയാണ് പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ. ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഈസ് നോൺ ആസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ് തുടങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളുണ്ട്. നമുക്ക് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ അഥവാ OS ഇൻസ്റ്റാളേഷൻ എന്ന് പരിശോധിക്കാം. പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു എ കമ്പ്യൂട്ടർ ഫോർ ഇറ്റ്സ് പെർമനന്റ് യൂസ് ഈസ് നോൺ ആസ് OS ഇൻസ്റ്റാളേഷൻ. അതായത് ഒരു കമ്പ്യൂട്ടറിലെ സ്ഥിരമായ ഉപയോഗത്തിനായി അതിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ സിസ്റ്റം സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്ന പ്രവൃത്തിയെയാണ് OS ഇൻസ്റ്റാളേഷൻ അഥവാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത്. ചിത്രത്തിൽ ഇൻസ്റ്റാളേഷന്റെ ഒരു പ്രോസസ് സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ OS ഉദാഹരണത്തിന് വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യകാലത്ത് CD-കളിലാണ് വന്നിരുന്നത്. പിന്നീട് പെൻഡ്രൈവിലും അത് ലഭ്യമായിരുന്നു. നമുക്കിപ്പോൾ അത് ഓൺലൈനായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഒരു ബൂട്ടബിൾ പെൻഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയിരുന്നു. പ്രകാരം നമ്മളുടെ കൈവശമുള്ള വിൻഡോസിന്റെ CD-യോ പെൻഡ്രൈവോ ഉപയോഗിച്ച് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മളുടെ ലാപ്ടോപ്പിന്റെയോ ഡെസ്ക്ടോപ്പിന്റെയോ ഹാർഡ് ഡിസ്കിലേക്ക് സ്ഥാപിക്കുന്ന പ്രവൃത്തിയെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത്. പ്രകാരം എങ്ങനെയാണ് വിൻഡോസ് 10 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. OS ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് നമ്മളുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഒരു സ്റ്റഡി ആയിട്ടുള്ള പവർ സപ്ലൈ ഉണ്ടാകും എന്ന് ഉറപ്പുവരുത്തുക. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ UPS ഉപയോഗിക്കുക. അല്ല ലാപ്ടോപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ലാപ്ടോപ്പ് പൂർണ്ണമായും ചാർജ് ചെയ്തതിന് ശേഷം മാത്രം ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാളേഷൻ മീഡിയ ഏതാണ്, അതായത് CD ആണോ USB-യിൽ നിന്നാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നതനുസരിച്ച് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ബയോ സെറ്റപ്പിൽ ബൂട്ടബിൾ ഡിവൈസ് പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ എത്ര GB സൈസുള്ള ഹാർഡ് ഡിസ്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കിൽ ഇൻസ്റ്റാളേഷൻ സമയത്താണ് ഡ്രൈവുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹാർഡ് ഡിസ്കിൽ എത്ര ഡ്രൈവുകൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കണം. അഞ്ചാമത്തെ കാര്യം ഓർത്തിരിക്കാനുള്ളത് നമ്മൾ പ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഡ്രൈവിനും എത്ര സൈസ് വീതമാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഇൻസ്റ്റാളേഷന് മുന്നേ തീരുമാനിക്കുക. ഇനി നമുക്ക് ഇൻസ്റ്റാളേഷന്റെ ഓരോ പ്രോസസ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി മനസ്സിലാക്കാം.
ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസർട്ട് വിൻഡോസ് ബൂട്ടബിൾ USB ടു കമ്പ്യൂട്ടേഴ്സ് USB പോർട്ട് ആൻഡ് ദെൻ പവർ ഓൺ ദി സിസ്റ്റം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബൂട്ടബിൾ USB നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ USB പോർട്ടിലേക്ക് ഇൻസർട്ട് ചെയ്യുക. അതിനുശേഷം കമ്പ്യൂട്ടറിന്റെ പവർ ഓൺ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എൻ്റർ ബയോസ് സെറ്റപ്പ് ബൈ പ്രസ്സിംഗ് അപ്രോപ്രിയേറ്റ് കീ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബയോസ് സെറ്റപ്പിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. കോമൺ ആയിട്ട് ഡിലീറ്റ് കീ, F2, F12 എന്നിങ്ങനെയുള്ള കീസ് ആണ് ബയോസ് സെറ്റപ്പിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. ബയോസ് സെറ്റപ്പിലേക്ക് എങ്ങനെയാണ് എൻ്റർ ചെയ്യുക എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 3 സെലക്ട് ബൂട്ട് ഡിവൈസ് പ്രയോറിറ്റി ദെൻ സേവ് ആൻഡ് എക്സിറ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബയോസ് സെറ്റപ്പിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത ശേഷം ബൂട്ട് മെനുവിൽ നിന്നും ബൂട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഒന്നാമത്തെ ബൂട്ട് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് USB ഡ്രൈവ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ സെറ്റിംഗ്സ് സേവ് ചെയ്ത് ബയോസിൽ നിന്നും എക്സിറ്റ് ആവുക എന്നുള്ളതാണ്. പ്രകാരം നമ്മൾ ബയോസിൽ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്ത് സേവ് ചെയ്ത് എക്സിറ്റ് ആവുന്നതോടുകൂടി നമ്മളുടെ സിസ്റ്റം റീസ്റ്റാർട്ട് ആവുകയും നമ്മൾ ബൂട്ടബിൾ ഡിവൈസിന്റെ ബൂട്ട് പ്രയോറിറ്റി USB സെലക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ സിസ്റ്റം USB ഡ്രൈവിൽ നിന്നും നമ്മളുടെ OS ഫയൽ ബൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. പ്രകാരം വിൻഡോസിന്റെ ബൂട്ടബിൾ ഫയൽസ് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയാൽ ഉടൻ തന്നെ വിൻഡോസ് സെറ്റപ്പിന്റെ ഒരു സ്ക്രീൻ ഡിസ്പ്ലേ ആയി വരും. ആ സ്ക്രീനാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്ക്രീനാണ് ആദ്യമായിട്ട് ഡിസ്പ്ലേ ആയി വരുന്നത്. ഈ ആദ്യത്തെ സ്ക്രീനിൽ നമുക്ക് ലാംഗ്വേജ്, ടൈം ആൻഡ് കറൻസി ഫോർമാറ്റ്, കീബോർഡ്, ഇൻപുട്ട് മെത്തേഡ് എന്നിവയാണ് സെലക്ട് ചെയ്യുവാനുള്ളത്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രകാരം നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. ഇൻസ്റ്റാൾ നൗ റിപ്പയർ യുവർ കമ്പ്യൂട്ടർ എന്നൊരു വിൻഡോ വരും. ഈ വിൻഡോയിൽ നമ്മൾ ഇൻസ്റ്റാൾ നൗ എന്നുള്ള ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വിൻഡോ ആണ് നമുക്ക് ഡിസ്പ്ലേ ആയി വരുന്നത്. ഈ വിൻഡോയിൽ നമുക്ക് വിൻഡോസിന്റെ പ്രൊഡക്റ്റ് കീ എൻ്റർ ചെയ്യുവാനാണ് ആവശ്യപ്പെടുന്നത്. പ്രൊഡക്റ്റ് കീ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. പ്രകാരം നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് കീ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് കീ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രൊഡക്റ്റ് കീ ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ പ്രൊഡക്റ്റ് കീ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് സെലക്ട് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യു വാണ്ട് ടു ഇൻസ്റ്റാൾ എന്നുള്ള ഒരു വിൻഡോ ആണ് ഡിസ്പ്ലേ ആയി വരുന്നത്. ഈ വിൻഡോയിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് അവൈലബിൾ ആയിട്ടുള്ള OSന്റെ വെർഷൻസ് ആണ് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെർഷൻ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. കോമൺ ആയിട്ട് വിൻഡോസ് 10 പ്രൊഫഷണൽ എന്നുള്ള ഒരു OS ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെർഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി വരുന്ന വിൻഡോയിൽ മൈക്രോസോഫ്റ്റ് ലൈസൻസ് ടേംസ് ആണ്. ഇതിൽ ഐ അക്സെപ്റ്റ് ദ ലൈസൻസ് ടേം എന്നുള്ള ബോക്സ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്റ്റാളേഷൻ ഡു യു വാണ്ട് എന്നുള്ള ഒരു വിൻഡോ ഡിസ്പ്ലേ ചെയ്ത് വരും. അതിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്, അപ്ഗ്രേഡ്, കസ്റ്റം. അപ്ഗ്രേഡ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി വിൻഡോസിന്റെ വേറൊരു വെർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ആദ്യത്തെ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അല്ല, നമ്മൾ പുതിയതായിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷനായ കസ്റ്റം എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. തുടർന്ന് വേർ ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ വിൻഡോസ് എന്നുള്ള ഒരു വിൻഡോ ആണ് ഡിസ്പ്ലേ ആയി വരുന്നത്. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാളേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. നമ്മുടെ ഹാർഡ് ഡിസ്കിൽ ഡ്രൈവുകൾ ക്രിയേറ്റ് ചെയ്ത് ഏത് ഡ്രൈവിലാണ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ സ്റ്റെപ്പിലാണ്. നമ്മളിവിടെ 160 GB ഒരു ഹാർഡ് ഡിസ്ക് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഹാർഡ് ഡിസ്കിനെ നമ്മൾ 2 ഡ്രൈവുകളായിട്ട് തിരിച്ച് അതിൽ ഒരു ഡ്രൈവിലാണ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഓരോ ഡ്രൈവിന്റെയും സൈസ് എന്ന് മനസ്സിലാക്കി അതിനാവശ്യമായ സൈസ് നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. പ്രകാരം ഡ്രൈവിന്റെ സൈസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ സൈസ് വരുന്നത് മെഗാബൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 160 GB ഡിവൈഡ് ചെയ്ത് 80 GB ഉള്ള 2 ഡ്രൈവുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ 80,000 എന്നുള്ള ഒരു ഫിഗറാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. 80 GB ഉള്ള ഒരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്നതിന് അൺഅലോക്കേറ്റഡ് സ്പേസ് എന്നുള്ള ഫുൾ ആയിട്ടുള്ള നമ്മളുടെ ഹാർഡ് ഡിസ്കിന്റെ പോർഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ സൈസ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള സൈസ് എത്രയാണോ അത്രയും കൊടുക്കുക. ഇവിടെ
നമ്മൾ 81,920 എന്നുള്ള ഒരു സൈസ് കൊടുത്തു. അതിനുശേഷം അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ 160 GB ഉള്ള ഹാർഡ് ഡിസ്കിനെ 2 ഡ്രൈവുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. തുടർന്ന് അൺഅലോക്കേറ്റഡ് സ്പേസ് എന്നുള്ള ആ പോർഷൻ കൂടി പൂർണ്ണമായും സെലക്ട് ചെയ്തതിന് ശേഷം ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുത്ത് ആ സൈസ് പൂർണ്ണമായും കൊടുത്ത് അടുത്ത ഒരു ഡ്രൈവ് കൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് നമ്മൾ വിശദമായ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ഡ്രൈവ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും പ്രൊസീജിയർ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ USB ഡ്രൈവിൽ നിന്നും വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനാവശ്യമായ വിൻഡോസിന്റെ പൂർണ്ണമായ ഫയലുകൾ നമ്മളുടെ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്യുകയും തുടർന്ന് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. ഇതിനുശേഷം ഇൻസ്റ്റാളിംഗ് വിൻഡോസ് എന്നുള്ള പ്രകാരമുള്ള ഒരു വിൻഡോ ഡിസ്പ്ലേ ആയി വരുന്നതാണ്. ഈ ഡിസ്പ്ലേയിലെ എല്ലാ പ്രോസസ്സും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത്രയും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ സിസ്റ്റം വീണ്ടും റീബൂട്ട് ആകുന്നതാണ്. പ്രകാരം സിസ്റ്റം റീബൂട്ട് ആകുന്ന സമയത്ത് നമ്മളുടെ പെൻഡ്രൈവ് നമുക്ക് USB ഡ്രൈവിൽ നിന്നും റിമൂവ് ചെയ്യേണ്ടതുണ്ട്. USB ഡ്രൈവ് നമ്മൾ സിസ്റ്റത്തിൽ നിന്നും റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് സിസ്റ്റം ബൂട്ട് ആകുന്നത് നമ്മളുടെ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്തിട്ടുള്ള വിൻഡോസിന്റെ ഫയലിൽ നിന്നുമായിരിക്കും. എന്നാൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. വിൻഡോസ് ഹാർഡ് ഡിസ്കിൽ നിന്നും റീബൂട്ട് ചെയ്തതിനു ശേഷം കുറച്ച് പ്രോസസ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പ്രകാരം നമ്മളുടെ വിൻഡോസ് ഹാർഡ് ഡിസ്കിൽ നിന്നും ബൂട്ടായി കഴിഞ്ഞാൽ ഗെറ്റിംഗ് റെഡി എന്നുള്ള ഇതേപോലുള്ള ഒരു വിൻഡോയാണ് ആദ്യം ഡിസ്പ്ലേ ആയി വരുന്നത്. ഇതിനുശേഷം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് റീജിയൻ എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ഡിസ്പ്ലേ ആയി വരും. ഇതിൽ നിന്നും നമ്മളുടെ റീജിയൻ ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഈസ് ദിസ് ദ റൈറ്റ് കീബോർഡ് ലേഔട്ട് എന്നുള്ള ഒരു വിൻഡോ ഡിസ്പ്ലേ ആയി വരും. ഈ ഡിസ്പ്ലേയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കീബോർഡ് ലേഔട്ട് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് യെസ് കൊടുക്കുക. തുടർന്ന് ഹൗ വുഡ് യു ലൈക്ക് ടു സെറ്റപ്പ് എന്നുള്ള ഈ വിൻഡോയിൽ സെറ്റപ്പ് ഫോർ പേഴ്സണൽ യൂസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് സൈൻ ഇൻ വിത്ത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു വിൻഡോയാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ ഓഫ്ലൈൻ അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. തുടർന്ന് സൈൻ ഇൻ ടു എൻജോയ് ദ ഫുൾ റേഞ്ച് ഓഫ് മൈക്രോസോഫ്റ്റ് ആപ്സ് ആൻഡ് സർവീസസ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് ലിമിറ്റഡ് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. തുടർന്ന് വരുന്നത് ഹു ഈസ് ഗോയിങ് ടു യൂസ് ദിസ് PC എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുടെ യൂസർ ID കൊടുക്കേണ്ടത്. നമ്മളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിന് യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഈ സ്റ്റെപ്പിൽ സാധിക്കും. നമ്മളുടെ കമ്പ്യൂട്ടറിന് എന്ത് യൂസർ നെയിം ആണ് എന്ന് തീരുമാനിച്ച ശേഷം ആ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടർന്ന് വരുന്നത് ക്രിയേറ്റ് സൂപ്പർ മെമ്മറബിൾ പാസ്വേഡ് എന്നുള്ള ഒരു വിൻഡോയാണ്. ഇവിടെ നമ്മളുടെ കമ്പ്യൂട്ടറിന് ആവശ്യമായ നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കുന്ന ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് വരുന്ന ഗെറ്റ് ഹെൽപ്പ് ഫ്രം യുവർ ഡിജിറ്റൽ അസിസ്റ്റന്റ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം ചൂസ് പ്രൈവസി സെറ്റിംഗ്സ് ഫോർ യുവർ ഡിവൈസ് എന്നുള്ള ഒരു വിൻഡോ ആണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇതിൽ അക്സെപ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് എവറിത്തിങ് റെഡി ഫോർ യു എന്നുള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ആയി വരുന്നതാണ്. അതിനുശേഷം ദിസ് മൈറ്റ് ടേക്ക് സെവറൽ മിനിറ്റ്സ്, ഡോണ്ട് ടേൺ ഓഫ് യുവർ PC എന്നുള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ആയി വരും. അല്പസമയത്തിന് ശേഷം നമ്മളുടെ വിൻഡോസ് 10ന്റെ ഡെസ്ക്ടോപ്പ് ഇപ്രകാരം ഡിസ്പ്ലേ ആവുന്നതാണ്. ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ടെക്നോളജി സംബന്ധമായി നമ്മളുടെ ചാനലിലുള്ള മറ്റു വീഡിയോസ് കാണുന്നതിനായി ചാനൽ വിസിറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം.